ഒരു വേടൻ സംസാരിച്ചപ്പോൾ ആ വേടനെ പേടിച്ച് ആ വേടനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഇവർ വിചാരിച്ചില്ല ഇതുപോലെ ഒരു 1000 പേരുടെ ഉള്ളിലേക്ക് ഒരു തീയിട്ട് ഒരു കനലിട്ടിട്ടായിരിക്കും വേടന്റെ ഒരു തിരിച്ചുപോക്ക് എന്നുള്ളത്. ആ ഒരു തിരിച്ചുപോക്ക്, ആ ഒരു യാത്രയാണ് നമ്മൾ കാണുന്നത്. വേടൻ തിരിച്ചു പോയിട്ടില്ല, വേടൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും കൂടുതൽ പാട്ടുകളുമായി വേടൻ കൂടുതലായിട്ട് രംഗത്തേക്ക് എത്തും. കൂടുതൽ ശക്തിയോടുകൂടി തന്നെ വേടൻ പാടും. വേടനെതിരെ കളിച്ച ആളുകൾക്കെതിരെ എല്ലാം വേടൻ സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് കാണുന്നതാണ്. പിന്നെ ഞാൻ 2-3 പോസ്റ്റ് കാണാൻ ഇടയുണ്ടായത്, വേടൻ പറയുന്നത് എൻ്റെ പീഡനം എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ സംസാരിക്കുകയും എനിക്കെതിരെ കളിച്ച ആളുകൾക്കുമെതിരെയൊക്കെ ഒരു കവിത വരുന്നുണ്ട്. അതൊരു നല്ലൊരു കവിതയായിരിക്കും, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതിനെല്ലാം ഞാൻ എൻ്റെ വരികളിൽ കൊണ്ടും അല്ലെ എൻ്റെ പേന എന്ന് പറയുന്ന ആയുധം കൊണ്ട് ഞാൻ എതിരിടും, അല്ലെങ്കിൽ അതിനെയൊക്കെ ഞാൻ അതിനെതിരെയൊക്കെ പോരാടുമെന്നാണ് വേടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ കലയെന്ന് പറയുന്ന റാപ്പ് എന്ന് പറയുന്ന ഒരു കലയെ അതിനെ അങ്ങേയറ്റം സ്വീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിലെ കൊള്ളരുതായ്മകൾക്കെതിരെ പോരാടുന്ന ഒരു പോരാളി തന്നെയാണ് വേടൻ. ആ വേടനെ ഇഷ്ടമല്ലാത്ത ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ